എന്തൊക്കെയാണ് ഇപ്പോൾ കേൾക്കണത്? മാർട്ടിൻ രണ്ടാം പ്രതിയായ മാർട്ടിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്, ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല, മൂപ്പരുടെ ഫോണ് അവർ വാങ്ങിയിട്ട് അവർ അതിൽ റെക്കോർഡ് ചെയ്തതാണെന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി വരുന്നത് കേസ്. എന്തതിൽ സത്യം? എന്താ സത്യാവസ്ഥ? അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. പൾസർ സുനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും വിശ്വസിച്ചതാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ് അല്ലേ മൂപ്പര മൊഴി. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ മൊഴി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? എന്തായാലും കോടതി വിധിയെ നമ്മൾ എന്തായാലും മാനിക്കണം. ഒന്നാം പ്രതി, രണ്ടാം പ്രതി, അങ്ങനെ 6 വരെയുള്ള പ്രതികൾക്ക് ഈ കേസിൽ 20 വർഷം ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ശിക്ഷ വിധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ലാലാണോ ഇതിൻ്റെ ബാക്കിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്? ദിലീപിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത എല്ലാവരും കൂടി ചെയ്തൊരു പരിപാടിയാണെന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യം പറയട്ടെ കേസ്, ഇത് പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ദിലീപ് എന്തായാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനെ കുരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, ഭാഗ്യലക്ഷ്മിയൊക്കെ ദിലീപ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു വാര്യർ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ വരുമ്പോൾ എന്തായാലും എനിക്കിത് കാണുമ്പോഴേ ഈ പൃഥ്വിരാജിൻ്റെ ചില സിനിമകളിൽ ഉള്ള ഒരു മൊത്തത്തിലുള്ളൊരു സാധനമല്ലേ, ഒരു പൊളിറ്റിക്കൽ കളി, അതേപോലെ ഗുണ്ടായിസം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വൈബാണ് തോന്നണത് ഗൈസ്. എന്തായാലും ഇത് സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇതൊക്കെ ഞെട്ടിത്തരിക്കുന്ന ഒരു സംഗതിയാണ്. സാധാരണക്കാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങട് ഗോസിപ്പ്, ഇങ്ങട് ഗോസിപ്പ്, കുൽസിതം, ഈ ഒരു രീതിയിലായിരിക്കും പലപ്പോഴും ചിന്ത പോകുക. അതൊന്നും അല്ലാണ്ട് അധോലോകമാണ് ഗൈസ്. അധോലോക പോലെ കഥകൾ പോലുള്ള സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത് ഇതേപോലെ ഒരു സിനിമയാക്കുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര ആൾക്കാർ കാണും? എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്? ഏ ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് അതായത് പറയിപ്പിക്കുകയാണ് വിചാരിക്കാം. ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അങ്ങനെ ഇത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണ് വിചാരിക്കുക മാർട്ടിനെ കൊണ്ട്. അങ്ങനെ പറയിപ്പിക്കണം കൊണ്ട് ആർക്കും ഗുണം? ദിലീപ് പറയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് തോന്നണത്. ഏ അത് വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ പറയാനുള്ള ധൈര്യം അവനെ ഇവിടുന്ന് കിട്ടണത്. എന്താല്ലേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ. ഇനിയിപ്പോൾ കോടതി വിധി വന്നതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടതുകൊണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ അവനെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് മൂപ്പര് ഏകദേശം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ചെയ്തതാണെന്ന്. അപ്പം അതോ? എന്തായാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിളി പാറണ്, എൻ്റെയൊക്കെ കിളി പാറണ്. ഇതെന്ത് സംഭവം? ഞാൻ എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടു എന്നതുകൊണ്ട് ആ കോടതി വിധിയെ ബഹുമാനിക്കുകയും ദിലീപ് കുറ്റക്കാരനല്ല എന്നാണല്ലോ, അപ്പോൾ കുറ്റക്കാരനല്ല എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന രീതിയിൽ തന്നെ വേണം നമ്മളതിനെ കാണാൻ. പിന്നെ ഈ പ്രോസിക്യൂഷൻ തെളിവുകളൊക്കെ നിരത്തായിരുന്നു, പോലീസും തെളിവുകൾ ഉണ്ടാക്കായിരുന്നു, തെളിവുകൾ നിരത്തായിരുന്നു, അതൊന്നും അവർക്ക് കിട്ടിയില്ല. ഇപ്പോൾ ബാലചന്ദ്രല്ലേ എന്താ ആ മൂപ്പര് മൂപ്പരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി ഇതപ്പോൾ വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ കാണാനിടയായി കേസ്. അപ്പോൾ എന്താ സംഭവം? എന്തായാലും മലയാള സിനിമയെ അടക്കി വാണുകൊണ്ടിരുന്ന ദിലീപിനെ, ഒരു ചെറിയ ഡോൺ അല്ലേ, ഒരു ലിറ്റിൽ ഡോൺ ആയിരുന്ന ദിലീപിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ശ്രമം അതിൻ്റെ ഏറ്റവും വലിയൊരു ശ്രമമായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്കൊക്കെയാണ് മാർട്ടിൻ മൂപ്പരുടെ ഈ ഒരു മൊഴിയിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ പൊതുജനങ്ങൾക്ക് തോന്നുന്നതാണ് കേസ്, എനിക്ക് തോന്നണത്. അപ്പോൾ ഇന്നലെ അതേപോലെ തന്നെ നിയമ വിദഗ്ധർ കുറച്ച് പേര് ഇതിനെക്കുറിച്ചിട്ടൊക്കെ, ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേസ്. അവിടെ പറഞ്ഞത് കോടതി വിധിയെ മാനിക്കാത്ത രീതിയിലാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ സംസാരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി അല്ല, അങ്ങനെ കോടതി വിധിയെ മാനിക്കാത്ത ദിലീപ് കുറ്റക്കാരനാണെന്ന രീതിയിൽ ഇപ്പോഴും സംസാരിക്കുന്ന, അല്ലെങ്കിൽ കറപ്റ്റഡായ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആണെന്നൊക്കെ പറയുന്ന ആളുകൾക്കെതിരെ കോടതി അലക്ഷ്യ കേസ് വരും, എന്തായാലും അവരെ പിടിച്ചോണ്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേസ്. ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനോട് തൂക്കിക്കൊല്ലണം എന്നാണ് ആഗ്രഹം തോന്നുന്നു. എന്തായാലും മാർട്ടിൻ്റെ ഈ ഒരു വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കേസ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാട്ടോ. എന്തായാലും ഇതിൻ്റെ കുറേ കാര്യങ്ങളോടും ചുരുളഴിഞ്ഞ് വരാനുള്ള ഒരു സംഭവം ഉണ്ട് തോന്നണം. അതായത് ആളുകൾ അവരുടെ സംഭവങ്ങളും സംഗതികളൊക്കെ പറയും. ഇതിൽ മാഡം എന്ന് പറഞ്ഞ ഒരു മൂപ്പത്തി, ശ്രീലക്ഷ്മിയിലെ ആ മൂപ്പത്തിയെ സാക്ഷിയാക്കിയിട്ട് പോലും ഇല്ല കേസ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, പൾസർ സുനി ഇത് ചെയ്യുന്നതിനൊരു 10 മിനിറ്റ് മുമ്പേ, 15 മിനിറ്റ് മുമ്പേ 6 കോളുകളും അതേപോലെ തന്നെ 7 മെസ്സേജുകളും വന്നിട്ടുണ്ട് ഇത്ര. പിന്നെ എന്തുകൊണ്ട് മൂപ്പത്തിയാരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല? മൂപ്പത്തിയാരെ എന്തുകൊണ്ട് ഒരു സാക്ഷി പോലും ആക്കിയില്ല? ശരിക്കും പറയുകയാണെങ്കിൽ മൂപ്പത്തിയാർക്ക് ഇത് അറിയുണ്ടാവില്ലേ? കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും മിസ് കോളുകളും അതേപോലെ തന്നെ മെസ്സേജുകൾ അയച്ച ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഈ ചോറ് തിന്നണ മനുഷ്യന്മാർക്ക്, അന്നം തിന്നണ മനുഷ്യന്മാർക്ക് അങ്ങനെ മനസ്സിലാവില്ല. പിന്നെ എന്തുകൊണ്ട് പോലീസ് അവർ പിടിച്ചില്ല? എന്തുകൊണ്ട് അവരെ ഹാജരാക്കിയില്ല? എന്തുകൊണ്ട് അവരൊരു സാക്ഷിയായിട്ട് പോലും ആക്കിയില്ല? അപ്പം ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ട് കേസ്. ഇത് ഒരു എന്താ പറയുക, കോൺസ്പിറസി ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ട് എന്നാണ് കേസ് എനിക്ക് തോന്നണത് കേട്ടോ. ഇതൊക്കെ
ന്യൂസിലൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നണത്. എന്തായാലും ആ കാര്യം ആലോചിച്ച് നോക്കില്ലേ, 8-9 കൊല്ലം ഒന്നും സംസാരിക്കാൻ പറ്റാണ്ട് ദിലീപിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കില്ലേ.